എല്ലാവർക്കും അടുക്കള സ്റ്റോറീസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി ഓണമാണ് വരാൻ പോണത്. അപ്പോൾ നമ്മൾക്കിന്ന് ആദ്യമായി സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: സേമിയ 200 ഗ്രാം, ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും, പഞ്ചസാര 1/2 കിലോ, പാല് 2 ലിറ്റർ, നെയ്യ് 3 ടേബിൾ സ്പൂൺ. എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്തെടുക്കുക. മുന്തിരി ബോളാവുന്നത് വരെ നല്ലപോലെ ഇളക്കി വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ശേഷം ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ സേമിയയും വറുത്തെടുക്കുന്നത്. മുന്തിരി മൂത്ത് വരുമ്പോൾ ചുവന്ന് ബോളായി കഴിഞ്ഞാൽ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരിയും. ശേഷം ഇതേ നെയ്യിൽ തന്നെ നമ്മൾ സേമിയയും ഇട്ട് വറുക്കുകയാണ്. സേമിയം നന്നായി വറുത്ത് നിറം മാറുന്നത് വരെ മിഡിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് നിറം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി വറുത്തെടുക്കുക. സേമിയം നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. സേമിയ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് 2 ലിറ്റർ പാലൊഴിക്കാം, അല്പം വെള്ളവും. ഈ 2 ലിറ്റർ പാല് നല്ലപോലെ തിളച്ച് കുറുകി 1 ലിറ്റർ ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നല്ല അടി പിടിക്കാതിരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. പാൽ ഏകദേശം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്ന പാലിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയം ചേർക്കേണ്ടതാണ്. നേരത്തെ വറുത്ത് വെച്ച സേമിയം ആവശ്യാനുസരണം പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. സേമിയം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. സേമിയ ഒന്ന് വെന്ത് വരുന്ന വരെ മിഡിൽ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സേമിയം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം. ഇവിടെ എല്ലാവർക്കും മധുരം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ 1/2 കിലോ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം കമ്മി മതിയായവർക്ക് പഞ്ചസാര കുറയ്ക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര യോജിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസത്തിലേക്ക് ചേർക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡിയായി കഴിഞ്ഞു. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും ചേർക്കാം സ്വാദിന്. അവസാനമായി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി പായസത്തിൽ ചേർക്കുന്നു. നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡിയാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് പായസം ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വരുന്ന ഓണത്തിന് എല്ലാവരും സേമിയ പായസം ഉണ്ടാക്കുമല്ലോ. അടുക്കള സ്റ്റോറീസിൻ്റെ പുതിയ വിഭവങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്. എല്ലാവർക്കും ഈ പായസം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.